ഹലോ യൂട്യൂബ് ഫാമിലി, കുറച്ച് നാളായിട്ട് ഗാർഡിയൻ ഏഞ്ചൽ മെസ്സേജസ് നിങ്ങൾക്ക് എടുത്ത് തരണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. സോ ഇന്ന് കുറച്ച് സമയം കിട്ടി, നിങ്ങൾക്ക് ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ മെസ്സേജസ് എടുത്ത് തരാമെന്ന് വിചാരിച്ചു. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ക്ലയൻസ്, എൻ്റെ ഈ വീഡിയോയിൽ കണക്റ്റഡ് ആവുന്ന എല്ലാ വ്യക്തികളും, ഇവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഗാർഡിയൻ ഏഞ്ചൽസ് മെസ്സേജ് തരുന്നത്? യൂണിവേഴ്സ്, എന്താണ് ഏഞ്ചൽസ് ഇവർക്ക് കൊടുക്കേണ്ട മെസ്സേജ്? പ്ലീസ് ഗൈഡ് മീ സ്പിരിറ്റ് ഗൈഡ്സ്. എൻ്റെ ഈ ഒരു മെസ്സേജ് എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ്, എന്താണ് ഇവർക്ക് ഞാൻ കൊടുക്കേണ്ട ഏഞ്ചലിക് ഗൈഡൻസ്? നിങ്ങൾക്ക് എന്തോ ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട് കേട്ടോ, അങ്ങനെയാണ് കാണുന്നത്. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഉറക്കം പോലും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്, ഒരുപാട് വിഷമം സഹിക്കുന്നു, ഒരുപാട് വറി ചെയ്യുന്നു കേട്ടോ. നിങ്ങൾക്കൊരു അസിസ്റ്റൻസ് കിട്ടാതെ ഒറ്റപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ലൈഫിൽ. എന്തെങ്കിലും കാരണവശാലായിരിക്കാം. മേ ബി ആരെങ്കിലും നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ടാവാം, മാനസികമായിട്ട് ഒറ്റപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതുമൂലം ഒരു പക്ഷേ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത ഒരു സിറ്റുവേഷൻ, ഒരുപാട് നെഗറ്റിവിറ്റി നിങ്ങളെ കുഴിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ, നിങ്ങളതിൽ ആ നെഗറ്റിവിറ്റിക്കുള്ളിൽ നിൽക്കുന്നു എന്നുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ഉറക്കം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങളെ വിശ്വാസം കൈവിടാതെ ഇരിക്കാം കേട്ടോ. ഇവിടെ നിങ്ങൾക്കുള്ള ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് ഞാൻ പറയുന്നുണ്ടാവും. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഒരു പക്ഷേ വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നിട്ടുണ്ടാവാം കേട്ടോ. ഒരുപാട് കാലം നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന് ഒരു അവസാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു കണ്ടോ. ഇവിടെ ഡ്രീമറാണ് വന്നിരിക്കുന്നത് കണ്ടോ. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. നിങ്ങൾ ഒരുപാട് ലൈഫിൽ വിഷമിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ ബോൾഡായിട്ട് നിൽക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് കാണുന്നത്. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വന്നാലും നിങ്ങൾ ബോൾഡായിട്ട് മുന്നോട്ട് പോകണം കേട്ടോ. നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കരുത്, ആർക്കും വിഷമിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ആ ഒരു ബോൾഡ്നെസ് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സമയമായി എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് കേട്ടോ. നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഡ്രീംസ് എന്തൊക്കെയാണോ അതൊക്കെ ഫുൾഫില്ല് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പേടികളൊക്കെ മാറ്റിവെക്കുക, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിവെക്കുക. ഒരുപാട് പോസിറ്റിവിറ്റീസ്. ഒരു വാതിൽ അടയുമ്പോൾ എത്രയാണ്, ഒരുപാട് വാതിലുകൾ തുറന്നു വരും, കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലംസോ സിറ്റുവേഷൻസോ എന്താണെങ്കിലും നിങ്ങളെ അലട്ടുന്നത്, അതെല്ലാം മാറി നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങൾ ലൈഫിൽ യൂണിവേഴ്സ് ഏഞ്ചൽസ് മുന്നോട്ട് കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. നിങ്ങളൊക്കെ റീസെൻ്റ്ലി ഒന്നെങ്കിൽ കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കിട്ടുമായിരിക്കാം. കിട്ടിയിട്ടുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്, ഒരു ഓപ്പർച്യൂണിറ്റി കേട്ടോ. എന്തെങ്കിലും ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു അവസരം നിങ്ങളെ കാത്തിരിക്കുന്നു ഉണ്ടാവാം കേട്ടോ. അതുകൊണ്ട് അത് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിന്റെ വഴി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ആണോ ആവാൻ ആഗ്രഹിച്ചത് ആ രീതിയിലേക്ക് നിങ്ങളെ എത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആ അവസരം മാക്സിമം വിനിയോഗിക്കുക കേട്ടോ. നിങ്ങൾ ഇപ്പൊ എന്താണോ, നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ കാണിക്കുന്നത് 9 ഓഫ് സ്വാർഡ്സ് കണ്ടോ. 9 ഓഫ് സ്വാർഡ്സും 5 ഓഫ് എർത്തും ആണ്. അതായത് ഇപ്പൊ എന്താണോ നിങ്ങൾക്ക് മനസ്സിന് വിഷമം ഉണ്ടായത്, ചിലപ്പോൾ നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ള ആരെങ്കിലും നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ള ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവാം റീസെൻ്റ്ലി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ചിറകുകൾ ഒടിഞ്ഞ അവസ്ഥ, നിങ്ങളെ ചുറ്റിപ്പറ്റി ആരുമില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെ സപ്പോർട്ട് തേടിപ്പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ ഒന്നും ഫീൽ ചെയ്യണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. നിങ്ങളെ സേഫ് ആക്കി വെക്കാനായിട്ട് ഏഞ്ചൽസ് ഉണ്ട്. എല്ലാം സാധ്യമാണ് കേട്ടോ. നിങ്ങൾ ആ ഒരു വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോവാ. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്
അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അതിനു വേണ്ടിയിട്ട് വിശ്വസിച്ച് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത് കണ്ടിരിക്കുന്നത് 5 ഓഫ് എർത്ത്. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ടെൻഷൻ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഒറ്റപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളിപ്പോൾ എന്താണോ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് ചാലഞ്ചസ്, മേ ബി ചില ആൾക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, ഞാൻ പറഞ്ഞല്ലോ കടങ്ങളാൽ പൊറുതിമുട്ടിയ ആൾക്കാർ, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ജപ്തി അതിൻ്റെ കാര്യങ്ങൾ വരാം, അല്ലെങ്കിൽ പലിശ അടച്ചു തീർന്ന് പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സ്ട്രഗിൾസ് വന്ന് കൂടുന്ന ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ വെല്ലുവിളികളും എല്ലാ ചാലഞ്ചസും നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് വൈസ് ആണെങ്കിലും കരിയർ വൈസോ ഫിനാൻഷ്യൽ വൈസോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് വരുന്ന ആ ഒരു ചാലഞ്ചസ് ഫുള്ള് നിങ്ങൾ തന്നെ ഫേസ് ചെയ്യണം, ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ വെക്കല്ലേ കേട്ടോ. നിങ്ങൾക്കൊരു ചെറിയ ഹെൽപ്പ് വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത്, ഇപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാം, നമ്മളിപ്പോൾ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മോശമായിട്ടിരിക്കുന്ന അവസ്ഥയിലാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഏതെങ്കിലും സമയത്ത്, നിങ്ങളുടെ നല്ല സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ബാക്കിയുണ്ട് എന്ന് വെച്ചാൽ അവരോട് സഹായം ചോദിക്കുക. ഇക്കാലത്ത് ആരും തരില്ല എന്ന് വിചാരിച്ചിട്ട് മാറിയിരിക്കേണ്ട. ഏതെങ്കിലും ഒരു പേഴ്സണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തോന്നിയാലോ, അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെ സഹായിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരോട് ഹെൽപ്പ് ചോദിക്കുക കേട്ടോ. അങ്ങനെയുള്ളൊരു കാര്യം കൂടെ എനിക്ക് മനസ്സിൽ തോന്നി. പിന്നെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു എംപ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം കേട്ടോ. ഇങ്ങനെ ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവണമെന്നില്ല. ഞാൻ എൻ്റെ മൈൻഡിൽ വരുന്ന കാര്യങ്ങളും ഞാൻ ഇതിൽ വരുന്ന മെസ്സേജസും ചേർത്തിട്ടാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് അത് അനുസരിച്ചിട്ട് മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് റെസൊനേറ്റ് ആവണം എന്നില്ല. അറ്റ്ലീസ്റ്റ് കുറച്ച് % ആയിരിക്കും റെസൊനേറ്റ് ആവുക, ഇല്ലെങ്കിൽ ഫുൾ ടോട്ടലി റെസൊനേറ്റും ആവാം. ഡിപ്പെൻഡ്സ് ഓൺ യുവർ എനർജി കേട്ടോ. എനർജി കണക്ട് ആവുന്ന പോലെയും നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് പോലെയും ഇരിക്കും. സോ ഇവിടെ ഞാൻ യൂണിവേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത് ഈ മെസ്സേജ് എത്രയും ആവശ്യമുള്ള എൻ്റെ ക്ലയൻസ് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടൊന്ന് ദൈവത്തോടല്ലേ, യൂണിവേഴ്സ് പ്രപഞ്ചശക്തിയോട് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് മിക്കവർക്കും റെസൊനേറ്റ് ആവുന്ന ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നൊരു തോന്നല് അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും ഓർത്ത് ജീവിതം പാഴാക്കി കളയരുത് കേട്ടോ. നിങ്ങൾക്ക് ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും, നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളെ സഹായിച്ചിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരോടെങ്കിലും ഒക്കെ സഹായം ചോദിക്കുക കേട്ടോ. നിങ്ങളുടെ ചുറ്റും തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്, നിങ്ങൾ കാണാനിട്ടാണ്. അതാണ് മെയിനായിട്ടുള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ടിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇപ്പോൾ കാലചക്രം കറങ്ങി വരും എന്ന് പറയില്ലേ, നല്ല സമയം ഉണ്ടാവും, ചീത്ത സമയം ഉണ്ടാവും. എപ്പോഴും ചീത്ത സമയവും ആവില്ല, എപ്പോഴും നല്ല സമയവും ആവില്ല. ലൈഫാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മുടെ സൈക്കിൾസ് മാറിക്കൊണ്ടിരിക്കും അല്ലേ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചാലഞ്ചസ് എപ്പോഴും ലൈഫ് ലോങ് മുന്നോട്ട് പോവില്ല. ഈ പ്രശ്നങ്ങളെല്ലാം ടെമ്പററി ആണ്. ആ ഒരു ടെമ്പററി ഫേസ് മാറി കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു കാലം നിങ്ങൾക്കും വരും കേട്ടോ. ഈ ഒരു അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിച്ച് കരഞ്ഞ് അല്ലെങ്കിൽ വിഷമിച്ച് ടെൻഷൻ അടിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക. അതിനുശേഷം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഈ ഒരു സിറ്റുവേഷൻ ഹൗ ക്യാൻ ഐ കം ഔട്ട് ഓഫ് ഇറ്റ്, അത് ആലോചിച്ചിട്ട് മുന്നോട്ട് സൂക്ഷ്മമായിട്ട് പോവുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു കാര്യം, യൂണിവേഴ്സിനോട് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. നിങ്ങളുടെ സിറ്റുവേഷൻ ഇൻ കേസ് മോശമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ ഹെൽപ്പ് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു വരദാനമായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ അതിന് എന്ത് ചെയ്യാം, യൂണിവേഴ്സിനോട് താങ്ക്സ് പറയാം കേട്ടോ. അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് ആവുന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ, അതായത് സ്വയം തൊഴിൽ എന്തെങ്കിലും ചെയ്യാം അങ്ങനെ ആലോചിക്കുന്നുണ്ടെന്ന് വെച്ചാൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ആലോചിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാം, മുന്നോട്ട് പോവുക. സാമ്പത്തികമായിട്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ആലോചിച്ചിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയിക്കോ. പോവണ്ടെന്നല്ല, ആലോചിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോവാം കേട്ടോ. അങ്ങനെ സോ ഇവിടെ ഏഞ്ചൽസ് നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, ഏഞ്ചൽസ് നിങ്ങളെ സറൗണ്ട് ചെയ്യുന്നുണ്ട്
കേട്ടോ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾക്ക് ചുറ്റും ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ യൂണിവേഴ്സിന്റെ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്കൊരു അബണ്ടൻസ് ഉണ്ടാവാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ് കേട്ടോ. നിങ്ങൾ ഒരു പക്ഷെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് സഹായം തിരിച്ചു ചോദിക്കാം. മുട്ടുവിൻ തുറക്കപ്പെടും അല്ലെ. നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക. മിണ്ടാതെ മാറിയിരുന്നിട്ട് കാര്യമില്ല. ആരും സപ്പോർട്ട് ചെയ്യാനില്ല, എനിക്ക് ആരോടും മിണ്ടാനില്ല, അല്ലെങ്കിൽ എനിക്ക് ആരോടും ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിരുന്നാലും കാര്യമില്ല അല്ലേ. നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക കേട്ടോ. അങ്ങനെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഒറ്റപ്പെടലോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഹെൽത്ത് വയസ്സ് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ഒന്നും ചിന്തിച്ച് വിഷമിക്കേണ്ട ഒരാവശ്യവും നിങ്ങൾക്ക് ഇല്ല കേട്ടോ. യൂണിവേഴ്സ്, എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ സോൾ ട്രൈബ്, ഇവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഏഞ്ചലിക് ഗൈഡൻസ് എടുത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലൂസ് വേണം. ഓക്കെ, ഇവിടെ എനിക്ക് 2 എക്സ് കിട്ടിയിട്ടുണ്ട്. ടി ഉണ്ട്, ടി, അതുപോലെ 6 വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്. മേ ബി 64 ഏജുള്ള ഒരാൾ ഇത് കാണുന്നുണ്ടാവാം. അതുപോലെ എനിക്ക് എ വന്നിട്ടുണ്ട്, ഇ വന്നിട്ടുണ്ട്, എൽ വന്നിട്ടുണ്ട് കേട്ടോ. 7 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്. 67 ഏജ് അല്ലെങ്കിൽ 76 ഏജിലുള്ള ഒരാൾ കാണുന്നുണ്ടാവാം. 47 ഇയേഴ്സ് ഉള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടാവാം കേട്ടോ. നിങ്ങളായിട്ട് ക്ലൂസ് റെസനേറ്റ് ആയാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ കുറച്ച് ക്ലൂസും കൂടെ നമുക്ക് എടുക്കാം. ഒരുപാട് എടുക്കുന്നില്ല, കാര്യം ക്ലൂസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിലേ നിങ്ങളിത് കേൾക്കുള്ളൂ കേട്ടോ. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ക്ലൂസ് നമുക്ക് എടുക്കാം. എനിക്കിവിടെ അവിട്ടം എന്നൊരു നാള് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ ആയില്യം നാള് വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലോ. അതുപോലെ 67 ഞാൻ പറഞ്ഞിരുന്നു, കണ്ടോ ഇവിടെ 67 വീണ്ടും വന്നിട്ടുണ്ട്. സോ 67 എന്നുള്ളത് ഒരു കൺഫർമേഷൻ ആണ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ 67 ആയിരിക്കാം. 63 60 അബവ് ഏജ് ഗ്രൂപ്പിലുള്ള കുറച്ചധികം പേര് ഈ വീഡിയോ കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന് കണ്ടാൽ പിങ് ചെയ്യാം കേട്ടോ. വീണ്ടും വന്നിരിക്കുന്നു 64. ഞാൻ പറഞ്ഞില്ലേ 64 നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ക്ലൂസ് എടുത്തത്. വീണ്ടും 64 വന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് പ്രിയ എന്ന് പറയുന്ന ഒരു ആളെ ഇവിടെ കാണുന്നുണ്ട്, പേര് കാണുന്നുണ്ട് കേട്ടോ. പ്രിയ, നിങ്ങളുടെ പേരിൽ പ്രിയ എന്നുണ്ടോ? കമന്റ് ചെയ്യുക. 31 കാണുന്നു, 31 ഏജ്. ഇതൊക്കെ ഏജ് ആവാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ നമ്പേഴ്സും ഒക്കെ ആവാം കേട്ടോ. പ്രിയ, അതുപോലെ 31, 60 വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ദാദ്ര ആൻഡ് നാഗർ ഹവേലി പ്ലേസ് കേട്ടോ. ദാദ്ര ആൻഡ് നാഗർ ഹവേലിയിൽ ഇരുന്നിട്ട് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യാം. അതുപോലെ എനിക്ക് മൾഡോവ എന്ന് കാണുന്നു, മൾഡോവ കേട്ടോ. പ്ലേസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം, മൾഡോവ. അതുപോലെ തുലാം രാശി, തുലാം. ഒമാൻ എന്ന് കാണുന്നു. അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫ് എന്ന് കാണുന്നു. നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആവാം, നിങ്ങളുടെ പേഴ്സൺ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആകാം, നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ. ക്രിസ്ത്യൻ എന്ന് കാണുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികള് ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുന്നു. സാംബിയ എന്ന് കാണുന്നു കേട്ടോ, സാംബിയ. അതുപോലെ എനിക്ക് ദീപ എന്നുള്ള ഒരു പേര് കാണാം, ദീപ. അതുപോലെ അരുൺ, എൻ്റെ മനസ്സിൽ വന്നതാണ് അരുൺ. അതുപോലെ തന്നെ പ്രതീഷ് എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ മനസ്സിൽ വന്നു. പ്രിജോഷ് എന്ന് പറയുന്ന ഒരു പേര്. വിനീത കേട്ടോ. വിനീത എൻ്റെ മനസ്സിൽ വന്നതാണ്. അതുപോലെ ഉത്തർപ്രദേശ് എന്ന് കാണുന്നുണ്ട്, ഉത്തർപ്രദേശ്. റോക്കി എന്ന് ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ റോക്കി എന്ന് പറഞ്ഞിട്ട് പേരിട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എൻ്റെ മനസ്സിൽ റോക്കി എന്ന് വന്നു.
കേരള. കേരള എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒരു ക്ലൂ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് മലയാളീസാണ്. അലി. അലി എന്നൊരു പേര് കാണുന്നു കേട്ടോ. അലി. അതുപോലെ സവിത. സവിത എന്നൊരു പേര് കാണുന്നുണ്ട്. BBA. നിങ്ങൾ BBA ഗ്രാജുവേറ്റ് ആയിരിക്കാം, പഠിക്കുന്ന ആളായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ BBAയിലുള്ള പഠിച്ച ആളായിരിക്കാം കേട്ടോ, അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ആള്. മുന്ന. മുന്ന എന്നൊരു പേര് കണ്ടു കേട്ടോ. അതുപോലെ അടുത്ത പേര് എനിക്ക് കാണുന്നത് മരിയ. മരിയ. തോമസ്. തോമസ് എന്നൊരു പേര് കണ്ടു. അതുപോലെ തന്നെ എനിക്ക് ചതയം നാള് കാണുന്നുണ്ട് കേട്ടാ. 99 നിങ്ങളുടെ ഫോൺ നമ്പറിലോ മറ്റുമൊക്കെ ആയിട്ട് 99 എന്നുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിലുള്ള വ്യക്തികൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടാവാം കേട്ടോ. അതുപോലെ അനിത എന്നൊരു പേര്. അനിത എൻ്റെ മനസ്സിൽ വന്നു. അനിത കേട്ടോ. സോ ഇങ്ങനെയുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് വീഡിയോ കണ്ടതിന്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ ചിലപ്പോൾ റിപ്ലൈ തരാൻ കുറച്ചൊന്ന് വൈകായിരിക്കും. കാര്യം ഒരുപാട് മെസ്സേജസ് വരുന്ന ഒരാളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. എപ്പോഴെങ്കിലുമായിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് മടിച്ചിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ മെസ്സേജ് അയച്ച് ചോദിക്കാം. കാര്യം കോൾസ് ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഒരുപാട് കോൾസ് വരുന്നത് കൊണ്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കൂടുതലും ഞാൻ വാട്സപ്പ് മെസ്സേജസിനാണ് റെസ്പോണ്ട് ചെയ്യാറ്. അതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റഡ് മെസ്സേജ് വരുന്നുണ്ടാവും ഡയറക്റ്റ് റീഡിങ്ങിനാണോ എന്ന്. നിങ്ങൾ അതിൽ യെസ് കൊടുത്താൽ മതി, ഞാൻ റെസ്പോണ്ട് ചെയ്യും കേട്ടോ. താങ്ക് യു സോ മച്ച് അഗെയിൻ. ബൈ.